മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അതെ കറങ്ങി മൊത്തത്തിൽ കറങ്ങി ആകെ വന്നിരിക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വലിയമ്മയുടെ മോന്റെ വീട്ടിലാട്ടോ ഫുഡ്. അപ്പൊ ഡിന്നറിനായിട്ട് ഞങ്ങൾ പോകാൻ പോണ്. അപ്പൊ ഇനി ചിപ്പി കൂടി ഉണ്ടല്ലോ, റെഡി ആയി ചിപ്പിനെ കൂടെ നമുക്കൊന്ന് കൂട്ടണം. ചിപ്പിനെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ. ചേട്ടനും ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ തൊട്ടടുത്ത് അല്ലേ, തൊട്ടടുത്ത് തന്നെയല്ലേ അപ്പുറത്തെ ബിൽഡിംഗല്ലേ. എത്തും. അപ്പൊ നമ്മളെ റൂമൊക്കെ കാണിച്ചു തരും എവിടെയാണുള്ളത്. നമ്പറൊക്കെ പറഞ്ഞു. ക്രിസ്മസ് കേക്ക് ഇത് ചേട്ടനുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. പിന്നെ ചേട്ടന്റെ ഫാമിലിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞങ്ങൾ ബോംബെക്ക് ആദ്യമായിട്ട് പറഞ്ഞ ചേട്ടന്റെ വീട് ആദ്യമായിട്ട് കാണുന്നതാ. അപ്പോ പിന്നെ ക്രിസ്മസിന്റെ ടൈമും കൂടെ. അപ്പൊ ചേട്ടനുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. പിന്നെ ക്രിസ്മസ് കേക്ക്, ക്രിസ്മസിന്റെ സമയമല്ലേ, അപ്പൊ നമുക്കൊരു കേക്കും കൂടെ കൊടുക്കാം. ഇനി ഇതാ നമ്മൾ അതിന്റെ കൂടെ ചെറിയ സ്വീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്വീറ്റ് പാക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അവര് മധുരം കഴിക്കൂലെന്ന് അറിയില്ല, എന്തായാലും ഇതും കൂടെ വാങ്ങിക്കുന്നുണ്ട്. ബോംബെ മിഠായി ആണത് ആണോ? അപ്പൊ ബോംബെ മിഠായി പേര്. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ പോകണം. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഡെന്നി ചേട്ടനെ, ജെസ്സി ചേച്ചിനെ, അവരുടെ ഫാമിലി, അവരുടെ മക്കളെ ഒക്കെ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഡെന്നി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബോംബെയുടെ തിക്കും തിരക്കും റഷും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ നല്ലൊരു ഏരിയയിലാണ് നമുക്ക് താമസിക്കാൻ കിട്ടിയത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഡെന്നി ചേട്ടൻ്റെ വീടും. തൊട്ട് അടുത്ത് തന്നെയുള്ള വേറൊരു ഫ്ലാറ്റിൽ. അപ്പോൾ ഞങ്ങളിത് അവിടേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ആവശ്യം നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള നല്ല ഐറ്റംസ് ഒക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഡെന്നി ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിട്ടോ. ഇവള് ഈ ടീച്ചറുടെ രണ്ടാമത്തെ മോള്, മൂത്ത മോൻ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹലോ, മെരി ക്രിസ്മസ്. 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇടയ്ക്ക് ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ മണ്ടേ റെജി സാറ് ടീച്ചേഴ്സ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഡെന്നി ചേട്ടന്റെ വീട്ടിലേക്ക് എത്തി. അപ്പൊ എല്ലാവരുമായിട്ട് അങ്ങോട്ട് പരസ്പരം പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോഴേക്കും ജസ്റ്റ് ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ഹോം മെയ്ഡ് പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇതാ ലെനമോൾ എത്തിയിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇത് എന്തൊന്നൊക്കെയത് ജസ്റ്റ് ചേച്ചി ക്രിസ്മസിന്റെ തയ്യാറെടുപ്പുകളാണ് അതൊക്കെ. സ്പെഷ്യൽ സാധനങ്ങൾ. നമ്മുടെ ഡെന്നി ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാട്ടോ, സ്വന്തം ചേച്ചിയുടെ മകൻ. അപ്പൊ ഇനി ഞാൻ ഇവരെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡെന്നി ചേട്ടന്റെ മോള് ലെന. ഹായ്. ഇത് ഞങ്ങളുടെ ജെസ്സി ചേച്ചി. ഇത് ഞങ്ങളുടെ ഡെന്നി ചേട്ടൻ. ഡെന്നി ചേട്ടനെ നിങ്ങൾ തൊട്ട് കണ്ടോ. ഇത് ഞങ്ങളുടെ ലിയോ, ഡെന്നി ചേട്ടന്റെ മോൻ. ഷാരിസ് സ്പെഷ്യലൊക്കെ നല്ല പരിചയം. ബാക്കി എല്ലാവരും നിങ്ങൾ അറിയുന്നതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ആരും പരിചയപ്പെടുത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇവരെയൊക്കെ കണ്ട് അതെ ബസ്സിൽ കണ്ട് എല്ലാവരും മടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഡെന്നി ചേട്ടന്റെ മക്കളിൽ മൂത്തത് ഇതാ മോനാട്ടോ.
ലിയോ എന്നാണ് പേര്. അപ്പോൾ ലിയോ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സിന് ഇത്തിരി ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും ആ സമയത്ത് അവിടേക്ക് പോകാൻ പറ്റിയതുകൊണ്ട് ലിയോയെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലിയോയിനെ കാണുന്നത്. പിന്നെ ഇവരെ ആയാലും ജസ്റ്റ് ചേച്ചീനെയും ലെനമോളെയൊക്കെ കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി. ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് ചെല്ലുമ്പോൾ ആ സെയിം ടൈമിൽ അവരും ചിലപ്പോൾ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ ടൈമിലൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിരുന്നു കേട്ടോ. ലെനമോളാണെങ്കിൽ ഇപ്പോൾ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡെന്നി ചേട്ടനും ജസ്റ്റ് ചേച്ചിയും ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ ലെന ഉണ്ടാക്കിയ ചെറിയ ക്രിബ്. അടിപൊളി, സൂപ്പർ. ഇവിടെ ചേച്ചിയുടെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ്. ഇതെന്താ? ചിക്കൻ ബിരിയാണി. ഇതോ ചിക്കൻ ടിക്ക റൈത്ത പപ്പട. സിമ്പിൾ. ഇത്ര ഉണ്ടാക്കിയിട്ട് പറയുന്നത് സിമ്പിളാണ്. ഇന്ന് ചേച്ചി ഉണ്ടാക്കിയിരുന്ന ഐറ്റംസ് എല്ലാം ഹോം മെയ്ഡ് ഐറ്റംസ് തന്നെയാണ്. ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതെല്ലാം. കേക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നത്. അതിനൊപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ള നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ആയാലും ഇന്നത്തെ അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റി. ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വേറെയാ. ചങ്ങനാശ്ശേരിയാണ്. ഇവിടെ ഇരിക്കാൻ ക്രിസ്മസ് ട്രീ കാണണം. ക്രിസ്മസ് ട്രീ കണ്ടില്ലെങ്കിൽ കൊച്ചിനെ കാണണ്ടേ? അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ആ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമേ ലിയോ മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഡെക്കറേഷനൊക്കെ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു, ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഫുഡ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. കിടന്നുറങ്ങേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു, ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു നിൽക്കുന്ന വീഡിയോ അവരെ ക്രിസ്മസും കൂടെ വിഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച്. അപ്പം അതും കൂടി എടുത്തിട്ട് പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും പരസ്പരം ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്തു. ഡെന്നി ചേട്ടൻ്റെ ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിൽ മക്കളൊക്കെ എത്ത് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നൊരു കുറച്ച് സമയം നല്ല ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.